വീഡിയോ എല്ലാം എടുത്തിട്ട് കുറേയായി. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കാരണം അവിടെ വെച്ചൊരു വീഡിയോ ആണ്. വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമല്ല, ഫാമിലി ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയായി ഇപ്പോൾ. അപ്പോൾ അതൊക്കെ പോട്ടെ. എൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും അറിയിക്കണേ. അപ്പോൾ ഞാൻ മുൻപ് 2-3 ഷോർട്സ് ഇട്ടിരുന്നു ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോകുന്നതും. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട്. അച്ഛൻ, അമ്മ, അനിയത്തി, ഞങ്ങൾ 3 പേരും. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഫസ്റ്റ് ഞങ്ങൾ പോയത് മാമാനത്തെ അമ്പലത്തിലേക്കാണ്. കുറേ ആയി ഇങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ അന്നത്തെ ദിവസം എല്ലാവർക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഞായറാഴ്ച ഞങ്ങൾ തിരഞ്ഞെടുത്ത്. ഞങ്ങൾ 5 പേരും ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എടുക്കാനും എല്ലാം പോക്കുണ്ട്. പക്ഷേ അച്ഛൻ അങ്ങനെ കിട്ടാറില്ല. അപ്പം എങ്കിലേ കിട്ടൂ. അങ്ങനെ അച്ഛനെ കിട്ടിയപ്പോൾ എല്ലാവരും അങ്ങ് പോകാമെന്ന് വെച്ച്. ഫസ്റ്റ് ഞങ്ങൾ ആ മാമാനത്തെ അമ്പലത്തിലെത്തിയ പാടും പാർക്കും ചെയ്ത് നോക്കുമ്പോൾ കുറേ കുരങ്ങന്മാർ 5-6 ഉണ്ട്. ഒരു ഫാമിലി മൊത്തം വന്നാൽ പോലെ ഉണ്ടേനു. അപ്പോൾ കുരങ്ങന്മാരെല്ലാം രുത്തുവിനെ കാണിച്ചു കൊടുത്ത്. സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ വെച്ച് നല്ല തിരക്കായിരിക്കും, പാർക്കിംഗ് സൗകര്യം ഒന്നും ഉണ്ടാവില്ല എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ അത്ര വലിയ തിരക്കൊന്നുമില്ല, ഒരു നോർമൽ തിരക്ക്. മാമാനത്തെ അമ്പലത്തിൽ വന്നിട്ട് തന്നെ കുറേ ആയി. അപ്പോൾ മാമാനത്തെ അമ്പലത്തിൽ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കുരങ്ങന്മാരൊക്കെ കാണുന്നു. ഇങ്ങോട്ടൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ കുറേ സമയം അതിൻ്റെ കളിയെല്ലാം നോക്കിയാണ് നിന്ന് കുരങ്ങന്മാരെ കണ്ടിട്ട് പപ്പേ കുരങ്ങെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ കുരങ്ങന്മാരിങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. കുഞ്ഞു കുരങ്ങനെ കണ്ടിന് അമ്മ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നത്. നല്ല രസമുണ്ട്, ക്യൂട്ടേനു. കുറേ സമയം കുരങ്ങന്മാരെ കളിയെല്ലാം നോക്കി ദേവിയെ കണ്ട് തൊഴുതിന് മുമ്പിട്ട് റെസീറ്റാക്കി. വഴിപാടിൻ്റെ മെയിനായിട്ട് അമ്പലത്തിൽ വന്നാൽ തേങ്ങ മുട്ടലാണ്. തേങ്ങ ഉടക്കലിന് റെസീറ്റെല്ലാം ആക്കി പിന്നെയും താഴത്തേക്ക് തന്നെ വന്ന് കുളത്തിൽ തേങ്ങ കഴുകി കാലും കഴുകി പിന്നെയും മേലത്തേക്ക് പോയിട്ടാണ് തേങ്ങ മുട്ടേണ്ടത്. പണ്ടത്തെ പോലെയല്ല ഇപ്പം കുളത്തിലേക്കെല്ലാം വരും പണ്ടത്തെ ഒരു വൈബ്, ആ ഒരു രസമൊന്നും കിട്ടുന്നില്ല. ഒരു കുറ്റം പറയല്ല, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. ആൾക്കാർ നോക്കാത്ത കൊണ്ടായിരിക്കാം, പക്ഷെ അത് കുറ്റമായിട്ടല്ല. അങ്ങനെ തേങ്ങ മുട്ടെല്ലാം കഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് അവിടുന്ന് വഴിപാടിൻ്റെ പ്രസാദമെല്ലാം വാങ്ങി ഞങ്ങൾ നേരം പോയത് വേളം മഹാഗണപതി ക്ഷേത്രം. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് അടിപൊളിയായിരുന്നു. വയലിൻ കരക്കൂട്ട് എന്ത് രസമാണ് ഇങ്ങനെ പോകെ. വണ്ടി പാർക്ക് ചെയ്ത് നേരെ അമ്പലത്തിലേക്ക്. നല്ല തിരക്കുണ്ടേനു, കുറേ കല്യാണങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല തിരക്കുണ്ടേനു. അവിടെ എത്തി വഴിപാടിന് വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ ഗണപതിക്ക് തേങ്ങ മുട്ടാൻ പറ്റിയില്ല. അത് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങോട്ടേക്ക് പോയതിനെ തേങ്ങ മുട്ടേണ്ടിയിട്ടാണ്. കുറേ നാളായി അങ്ങോട്ട് പോകണം വിചാരിക്കുന്നത്. പോകാൻ അവസരം കിട്ടിയത് ഇന്നാണ്. ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് അടിപൊളിയായിട്ട് നേരെ ഞങ്ങൾ പോയിട്ട് പറശ്ശിനിക്കടവിലേക്കാണ്. പറശ്ശിനിക്കടവിലെത്തി അങ്ങനെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് അവിടെ കുറേ സമയം ഇരുന്ന് പിന്നെ ഞങ്ങൾ ബോട്ടിലേക്ക്. അതിലൂടെ നടക്കുമ്പോൾ നല്ല രസമല്ലേ, ആ പുഴയോരം കാഴ്ചകളും കണ്ടിട്ട്. ബോട്ട് കയറണം എന്നൊന്ന് വിചാരിച്ച് പോയതല്ല, അവിടെ കണ്ടപ്പോൾ ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. ആൾക്കാരിങ്ങനെ ബോട്ട് കയറുന്നതും പോയിട്ട് വരുന്നതും ബോട്ടിലിരിക്കുന്നതും എല്ലാം ഞാൻ നോക്കിയിട്ടും കുറേ സമയം അവിടെ നിന്ന്. എന്നിട്ടല്ലേ കയറിയിട്ടുള്ളൂ. ഇതാണ് അച്ഛനും അമ്മയും. പിന്നെ ചെറുതിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് കളിക്കലേനും. അങ്ങനെ ഒരു ബോട്ട് വരുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് അടിപൊളി പാട്ടെല്ലാം ആയിട്ടാണ് ബോട്ട് ഇങ്ങനെ വരുന്നത്. മെല്ലനെ ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോൻ്റെ സൗണ്ട് ഇടയ്ക്ക് കേൾക്കാം. ചെറിയ കുട്ടിയല്ലേ, കുട്ടിയോട് മിണ്ടാണ്ട് അങ്ങോട്ട് പോടി ഇങ്ങോട്ട് പോടുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അങ്ങനെ ബോട്ട് ഞങ്ങൾ അടുത്തെത്തി. കയറ് കൊണ്ട് അവർ കെട്ടി നല്ല ചുറ്റും നല്ല സുരക്ഷിതമാക്കി. അങ്ങനെ ബോട്ട് യാത്രയെല്ലാം അടിപൊളിയേനു. അവിടുന്ന് ബോട്ട് യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയൊരു ഭക്ഷണം കഴിക്കാൻ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മോനെയും കൊണ്ട് കയറുമ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അടിപൊളി ഭക്ഷണവും കഴിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലാണ്. വീട്ടിൽ പോയിട്ട് ആർക്കും ഒരു പ്രത്യേക പരിപാടിയൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ ദിവസം ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ ചിലവഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം എങ്കിലല്ലേ ഫാമിലിയായിട്ട് പുറത്തെല്ലാം പോകും. അങ്ങനെ ബീച്ചിൽ പോയി നേരെ അവിടുത്തെ പാർക്കിലേക്കാണ് പോയത്. മോനെ കളിക്കാൻ കുറച്ച് സമയം കളിപ്പിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറേ സമയം കളിച്ച് നേരെ ബീച്ചിൽ മണൽത്തരിയിൽ പോയിരുന്നപ്പോൾ എൻ്റെ രുദ്രപ്പൻ മണലിൽ കുളിച്ച്. ഞങ്ങൾ 3 ആടുന്ന് ഓരോ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ സൺസെറ്റെല്ലാം കണ്ടിരുന്ന് അവിടെ. നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. ഒരു വൈകുന്നേരമെല്ലാം ബീച്ചിലെല്ലാം പോവുക, ഇങ്ങനെ സൺസെറ്റ് കാണുക, ഒരു രസമല്ലേ. അങ്ങനെ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്ന്
ഇപ്പം എല്ലാവരും പകുതി മുക്കാൽ ആൾക്കാരും പുറത്ത് പോയിട്ട് ആഘോഷിക്കാനും ബീച്ചിലായിക്കോട്ടെ പാർക്കിലായിക്കോട്ടെ എല്ലാവരും പോയിട്ട് ആഘോഷിക്കാനാണ് നിൽക്കുന്നത്. ചിലവർ മാത്രമേ ഉള്ളൂ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത്. സത്യം പറഞ്ഞാൽ പുറത്ത് പോയി ആഘോഷിക്കുക, ഫാമിലീസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ സ്പെൻഡ് ചെയ്യുക, ഇതല്ലേ നമ്മളെ ജീവിതത്തിലുള്ളൂ. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് ഇതാ മോന് കളിക്കുന്ന കളി കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ നേരെ പോയത് അനിയത്തിക്ക് പരിപാടിയുണ്ട്, 7 നമുക്ക് തോട്ടട എത്തണം. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ അന്ന് ശ്രീകൃഷ്ണ ജയന്തിൻ്റെ പരിപാടിയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി അവിടെ പാട്ടെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരും കണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ. ലൈക്ക്, കമൻറ്റ്, 3 വീഡിയോസ് കാണാൻ കമൻറ്റ് ഇടുക. താങ്ക് യു ഓൾ.